കഴിഞ്ഞ വർഷം നവംബറിൽ 1 വീക്ക് ഞാൻ ട്രാവൽ ചെയ്ത കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. ഇതുവരെ ഞാൻ വിസിറ്റ് ചെയ്ത കൺട്രീസിലെ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. നമുക്ക് എത്ര കണ്ടാലും മതിയാകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്വിറ്റ്സർലാൻഡിൽ. സോ സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് അട്രാക്ട് ചെയ്ത 2 ഫാക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ എന്നെ ആകർഷിച്ച 2 പോയിന്റ്സിലോട്ടാണ് കിടക്കുന്നത്. നമ്പർ 1, സ്വിറ്റ്സർലാൻഡിൽ 7ൽ ഒരാള് കോടീശ്വരനാണ്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ഞാൻ കണ്ടത്, അവിടെ 60% ആൾക്കാരും റെന്റിനാണ് താമസിക്കുന്നത്. 40% ആൾക്കാർക്ക് സ്വന്തം വീടുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം വീട്ടില് താമസിക്കുന്നത് 40% ആൾക്കാർ മാത്രമേ ഉള്ളൂന്ന്. ഈ 40%-ത്തിൽ മെജോറിറ്റി കൺട്രി സൈഡിലാണ് ഉള്ള ആൾക്കാരാണ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നത്. ഉള്ളിലുള്ള ആൾക്കാർ, വല്ലാണ്ട് ഉള്ളിലുള്ള ആൾക്കാർ, ബാലൻസ് ഉള്ളവര് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത്. ബാക്കി ആരും സ്വന്തം വീട്ടിൽ താമസിക്കുന്നില്ല, എല്ലാവരും റെന്റിനാണ്. ഈ 2 ഫാക്ട്സ് നമ്മുടെ കൺട്രിയിലോട്ട് കൊണ്ടുവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിലോട്ട് കൊണ്ടുവരാണെങ്കിൽ ഘടകവിരുദ്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ്, ഒരു വ്യക്തിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ 20, 25 അല്ലെങ്കിൽ 30 വയസ്സിനുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ, ഓടിപ്പോയി ലക്ഷക്കണക്കിന് എമൗണ്ട് ലോൺ എടുക്കുക, വലിയൊരു വീട് വെക്കുക. ചെറിയ വീടൊന്നല്ല, വലിയൊരു വീട് വെക്കുക. ദെൻ അതിനുശേഷം ബാങ്കിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ലൈഫ് ലോങ് EMI അടച്ച് സമയം കളയുന്നതാണ് നമ്മൾ കാണുന്നത്. സോ സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളതാണെന്ന്. ഇവർക്ക് ഇത്രത്തോളം പൈസ ഉണ്ടായിട്ടും ഇവര് സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അവർ സ്വന്തം വീട്ടിൽ താമസിക്കാത്തേ? അല്ല. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഫേക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ. റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നതാണ് നമ്മൾ സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട് പറഞ്ഞ. ഫേക്ക് റിച്ച് ആണ് കേരളത്തിൽ നമ്മൾ കാണുന്ന മെജോറിറ്റി ആൾക്കാർ. കാണുമ്പോൾ നമ്മൾ പൈസക്കാരാണെന്നൊക്കെ തോന്നും, ബട്ട് അത് യഥാർത്ഥത്തിൽ അവർ പൈസക്കാരല്ല, അവർ കാട്ടിക്കൂട്ടുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അസറ്റ്സിലാണ്. അവര് ലൈബിലിറ്റീസ് ആക്ച്വലി ലീസിനൊക്കെ മേടിക്കാനേ നോക്കുള്ളൂ, അല്ലെങ്കിൽ റെന്റിന് മേടിക്കാനേ നോക്കുള്ളൂ. അസറ്റ്സിലാണ് അവർ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്താ സംഭവം? അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇൻകം നൽകുന്ന എന്തിനേയും നമുക്ക് അസറ്റ്സ് എന്ന് പറയാം. മാസാമാസം അല്ലെങ്കിൽ നമുക്ക് വർഷാവർഷം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇൻകം ഇങ്ങോട്ട് തരുന്നതിനെയാണ് നമുക്ക് അസറ്റ്സ് എന്ന് പറയാൻ സാധിക്കുക. സോ നമ്മളൊരു വീട് മേടിച്ച് നമ്മളതിൽ വസിക്കുകയാണെങ്കിൽ അതൊരു ലൈബിലിറ്റിയാണ്. നേരെ മറിച്ച് നമ്മളൊരു വീട് മേടിച്ചതിന് ശേഷം നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് മാസാമാസം പൈസ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫേക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർ മെജോറിറ്റി ചെയ്യുന്നത് എന്താ, ലൈബിലിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നല്ല പൈസ ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ വണ്ടികൾ മാറുന്നത് കാണാം. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ലീസിന് കാർ എടുക്കാൻ സാധിക്കും. കാറ് മേടിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ലീസിന് ഒരു വണ്ടി എടുത്ത് 2-3 വർഷത്തേക്ക് യൂസ് ചെയ്ത് അടുത്ത വണ്ടി നമ്മൾ മാറ്റി എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ആക്ച്വലി ബെറ്റർ. എന്ന് വെച്ച് ഒരു വീട് മേടിക്കുന്നത് ഒരു മണ്ടത്തരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. വീട് നമുക്ക് സ്വന്തമായിട്ട് വെക്കാം, എപ്പോൾ വെക്കാം. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിന്റെ ബിഗിനിങ്ങിൽ തന്നെ ലക്ഷക്കണക്കിന് എമൗണ്ട് ലോൺ എടുത്ത് ഈ EMI അടയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം നടപ്പിലാക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടും പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. അപ്പോൾ കേരളത്തിലെ ഫേക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, എന്താ ഫേക്ക് റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വീട് വെക്കുക,
പുതിയ ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടിട്ട് പോവുക, വലിയ വണ്ടി മേടിക്കുക, എന്നിട്ട് ആക്ച്വലി EMI അടയ്ക്കാൻ മാത്രം പൈസ ഉണ്ടാവും, ഞെരിങ്ങിയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നാട്ടുകാർ കാണുമ്പോൾ ഇവർ ഭയങ്കര പൈസക്കാരാണ്, നാട്ടുകാരുടെ മുമ്പിൽ മാത്രം പൈസക്കാർ. അവർ ഫേക്ക് റിച്ചാ. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഈ ഫേക്ക് റിച്ച് കാണിച്ച് നടക്കുന്നത്. ശരിക്കും പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും കാട്ടിക്കൂട്ടില്ല. അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അവര് നല്ല പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും. അവര് വെറുതെ ഇരുന്നാലും അവർക്ക് പൈസ കിട്ടും. അതാണ് അവരുടെ തല. സോ ഇങ്ങനെ EMIയുടെ കുരുക്കിൽ പെടാതെ നല്ല രീതിയിലൊരു വീട് വെച്ച് സമാധാനമായിട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നമ്പർ 1, ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ജോലി കിട്ടി ഓടിപ്പോയി ലോൺ എടുത്ത് വീട് വെക്കരുത്. ജോലി കിട്ടുന്നത് ഓടിപ്പോയി വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഏറ്റവും കൂടുതൽ അബദ്ധം ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരാണ്. ഗവൺമെൻറ് സർവീസിൽ കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നതും, അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പ് അവരുടെ മുൻ തലമുറയിലുള്ള ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുള്ള അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, ലോൺ കിട്ടുമല്ലോ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് സേഫാണ്, മാസം മാസം അടഞ്ഞു പോവും, ഏത് ബാങ്കിൽ പോയാലും കിട്ടും, സോ ലോൺ എടുക്കുക, വീട് വെക്കുക. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത്. ജോലി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അതിലോട്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് അല്ലേ ആദ്യം കൊടുക്കേണ്ടതായിട്ട് വരും. എത്രത്തോളം നല്ല എമൗണ്ട് ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം ബെറ്ററാണ്. നമുക്ക് കുറച്ച് മാത്രം ലോൺ എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു 5-10 വർഷം നല്ല രീതിയിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത പോർഷൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഒരു ഗോള് സെറ്റ് ചെയ്യുകയാണ്. ഒരു 5-10 വർഷത്തേക്ക്. ഇപ്പം 25 വയസ്സിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അത് പ്രൈവറ്റ് ജോബ് ആവട്ടെ അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് ആവട്ടെ. നിങ്ങളൊരു 10 വർഷത്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എമൗണ്ട് മാറ്റിവെക്കുക. സോ ഒരു 10 വർഷത്തിലേക്ക് നിങ്ങൾ എമൗണ്ട് മാറ്റിവെക്കുകയാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടോ ഏതെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വെൽത്ത് അവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വെച്ച് നിങ്ങളുടെ ഈ ഒരു ഡ്രീം ഹോമിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആദ്യം പറയാനുള്ളൊരു കാര്യമാണ്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വെക്കാനുള്ളതല്ല വീട്. ഓക്കെ, ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, കല്യാണവും അതുപോലെ തന്നെ വീട് വെക്കലും ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമായി അതിൻ്റെ ഭാഗമായിട്ട് ലോൺ എടുത്ത് വീട് വെക്കുക, കല്യാണമായി അതിൻ്റെ ഭാഗമായിട്ട് ലോൺ എടുത്ത് വീട് പുതുക്കി പണിയുക. അപ്പോൾ വീടിൻ്റെ ചിലവ് ഒന്ന്, രണ്ടാമത് കല്യാണത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് എമൗണ്ട്. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാകെ പാപ്പർ സൂട്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ചെയ്യുന്ന അബദ്ധമാണ് കല്യാണവും വീടും കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ളൊരു ക്ലബിങ് നമ്മൾ കാണുന്നത്. കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ ഒന്ന് ചെറുതായിട്ട് വൃത്തിയൊക്കെ ആക്കാം, വേണ്ടത് തന്നെയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ് കല്യാണ സമയത്ത്. ഒരു കാരണവശാലും ചെയ്യരുത്. അത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പലപ്പോഴും ഞാൻ പറഞ്ഞു ഫേക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ട, അതിൻ്റെ ആവശ്യമില്ല, എന്തിന്? അപ്പോൾ രണ്ടാമത് നിങ്ങൾ ചെയ്യുന്ന അബദ്ധമാണ് ഈ പോയിന്റ്, അതും ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് അച്ഛനമ്മമാരിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം കൂടിയാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളത്. പലരും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ട് വലിയ വീടൊക്കെ വെച്ചു. അവരുടെ മക്കളാവട്ടെ നാട്ടിലില്ല, എല്ലാവരും എബ്രോഡാണ്. ഇപ്പം ഞാനും എബ്രോഡാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് 4 ബെഡ്റൂം 5 ബെഡ്റൂമുള്ള 2 നില വലിയ വീടൊക്കെ കെട്ടിപ്പൊക്കിയതിന് ശേഷം അതിൽ താമസിക്കാൻ ഇപ്പോൾ ആൾക്കാരില്ല. നിങ്ങൾ മനസ്സിലാക്കണം,
നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ തന്നെയല്ല നിങ്ങളുടെ ലൈഫ് ലോങ്. നിങ്ങൾക്ക് ജോലി കിട്ടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലോട്ട് മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടി, നമുക്കറിയില്ല നമ്മുടെ നെക്സ്റ്റ് 5 years അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും താമസിക്കുക എന്നുള്ളത്. നമ്മൾക്ക് ലൈഫിൻ്റെ നമ്മുടെ കരിയറിൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ 100% സാധിക്കില്ല. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ജോലി കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് വയ്ക്കുന്ന പരിപാടി, ഇനി എവിടെയായിരിക്കും എന്നുള്ള ഒരു 100% ഉറപ്പില്ലാണ്ട് വീട് വയ്ക്കുന്ന പരിപാടി. അപ്പോൾ വീട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്ഥലം മാറ്റമൊക്കെ കിട്ടി, പിന്നെ ഈ വീട് ഒന്നുകിൽ വാടകയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രത്തോളം വലിയ വീടുകൾക്ക് മാക്സിമം എത്ര വാടക കിട്ടുമെന്ന് നമുക്കറിയാം. അത് വലിയൊരു അബദ്ധമാണ്. നെക്സ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ അബ്രോഡാണ് ജോലിക്കും പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാരൻസ് ഇവിടെ കുറച്ചൊക്കെ ഒറ്റപ്പെടും. ദെൻ കുറച്ച് ഏജ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻസിനെയും കൂടിയും അബ്രോഡ് കൊണ്ടുപോകും. ഈ വീട്ടിൽ താമസിക്കാൻ ആൾക്കാരില്ലാത്ത ഒരവസ്ഥ നമുക്ക് പല ഡിസ്ട്രിക്റ്റിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വീടുകൾ പൂട്ടിയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ കരിയർ എന്താന്നുള്ളത് 100% ഉറപ്പായിട്ട് മാത്രമേ വീട് വയ്ക്കാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾ എവിടെയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നുള്ളത് 100% ഏകദേശം ഉറപ്പാവുന്നൊരു ടൈമിൽ നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് നിങ്ങളുടെ ഓൺ വീടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെക്കാൻ പാടുള്ളൂ. അതല്ലാണ്ട് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ 3 പോയിന്റ്സ് ഒരു വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ്, വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് EMI നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മാറ്റിവെക്കാം, ബാങ്കിലോട്ട് അടയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം 25 to 30% EMI മാത്രമേ നിങ്ങളൊരു മാസത്തിൽ ബാങ്കിലോട്ട് അടയ്ക്കാൻ പാടുള്ളൂ. ബിക്കോസ് നമുക്ക് ബാക്കിയുള്ള പൈസ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ എക്സ്പെൻസസിനും വേണ്ടിയിട്ട് വേണം. അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ 25,000 to 30,000 രൂപ എമൗണ്ട് മാത്രമേ നിങ്ങൾ EMI ആയിട്ട് മാറ്റിവെക്കാൻ പാടുള്ളൂ. പല ആൾക്കാരും 50%, 60% ഒക്കെ മന്ത്ലി EMI അടയ്ക്കുന്നുണ്ട്. പിന്നെ ലൈഫ് ആകെ ചക്രശ്വാസത്തിലാണ്. ആ ഒരു പരിപാടിക്ക് പോകരുത്. അപ്പോൾ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിൻ്റെ 25 to 30% മാക്സിമം അതിൻ്റെ ഉള്ളിൽ EMI നിർത്തണം. ഓക്കെ, അതല്ലെങ്കിൽ ആകെ പുലിവാലാവും. ഇതാണ് ആദ്യം പറയാനുള്ളൊരു കാര്യം. ഇനി രണ്ടാമത്, ഞാൻ നേരത്തെ സ്വിറ്റ്സർലാൻഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അവിടെ മില്ലിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്വന്തമായിട്ട് വീട്ടിൽ താമസിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് അവർക്ക് വീടില്ല എന്നല്ല. അവര് വീട് മേടിച്ച് റെന്റിന് കൊടുക്കാണ്, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, 25 വയസ്സിലോ 30 വയസ്സിലോ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിലാവട്ടെ എന്തും ആവട്ടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കരിയർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കരിയറിലോട്ട് എത്തിപ്പെട്ടാൽ നിങ്ങൾ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ടൈം മാറ്റി വെക്കേണ്ടത് വിത്തിൻ 10 yearsനുള്ളിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സോ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, വേണമെങ്കിൽ ലോൺ എടുത്ത് നിങ്ങളൊരു ചെറിയൊരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 സെന്റ് അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം വിത്ത് വീട്, അങ്ങനത്തെ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവില്ലേ, അഫോർഡബിൾ ആണ്. അങ്ങനത്തെ ഒക്കെ വീട് മേടിച്ച് അത് റെന്റിന് കൊടുക്കുക. അഫോർഡബിൾ ആണ്, നമുക്ക് കുറച്ചും കൂടി ലിക്വിഡ് ആണ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്. പെട്ടെന്ന് വിൽക്കാനും സാധിക്കും, മന്ത്ലി നമുക്ക് റെന്റും കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ ബൈ ടു ലെറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, മേടിച്ച് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പർപ്പസ്. മനസ്സിലാവുണ്ടോ? അങ്ങനെയുള്ള ചെറിയ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക്
റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ EMI, നമ്മളൊരു പ്രോപ്പർട്ടി ലോൺ എടുത്തൊക്കെ അല്ലേ, ഈ ചെറിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അധികം ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണ്ടതായിട്ട് വരില്ല. അതിന്റെ EMI ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സാലറിയിലൊക്കെ ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ വേണമെങ്കിൽ കൂടുതൽ അടച്ച് ആ ലോണും വേണമെങ്കിൽ വീട്ടാൻ സാധിക്കും. അങ്ങനെ ചെറിയ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ലോണിലോട്ട് ഇറങ്ങാം, നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലോട്ട് ഇറങ്ങാം. അങ്ങനെയാകുമ്പോൾ അവിടെ പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ഏരിയ ഓഫ് അസറ്റ്സ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സ് അവരുടെ സ്കില്ല് കൊണ്ട് പല പ്രോഡക്റ്റുകൾ വിറ്റിട്ട് പാസീവ് ഇൻകം ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ്സുകാർ. അപ്പോൾ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ലോൺ എടുത്ത് വീട് വെക്കുക എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള മറ്റൊരു സജഷൻ. എപ്പോഴും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ വലിയ വണ്ടിയിൽ കിടന്ന് നടക്കുന്നുണ്ടാവും, നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വീട് വെക്കുന്നുണ്ടാവും. അവരെപ്പോഴാണത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കിട്ടുന്ന ആക്റ്റീവായിട്ട് കിട്ടുന്ന ഇൻകം വെച്ചിട്ടല്ല ഈ പരിപാടിയിലോട്ട് ഇറങ്ങണം. അവരാദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അസറ്റ്സിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 5 സെന്റ് സ്ഥലം നമ്മൾ ആദ്യം മേടിച്ചു, അത് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിക്കോസ് അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളാണത് മേടിച്ച് നമ്മൾ താമസിക്കുന്നെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇൻകം പാസീവായിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ കരിയറൊക്കെ നമുക്ക് ഉറപ്പായി, ഇവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്കൊരു വീടൊക്കെ വെക്കാം. ദെൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു അബദ്ധമുണ്ട്. അവർക്ക് വേണ്ട വീടിൻ്റെ വലിപ്പം ഇതൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ 2 നില വലിയ വീട് വെച്ചു, വലിയ നടുമുറ്റം, അതുപോലെ തന്നെ കാർ പാർക്കിംഗ് സൗകര്യം, സ്വിമ്മിങ് പൂള്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടൈപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ വീട്ടിൽ ചിലപ്പോൾ 8-10 ആൾക്കാരുണ്ടായിരിക്കും. ഇവിടെ ആകൂടെ 2 പേരുള്ളോ 3 പേരുള്ളോ. എന്നിട്ട് അതുപോലത്തെ ഒരു വീട് തന്നെ വീണ്ടും വെക്കുക. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ എന്ത് തരത്തിലുള്ള വീടാണോ വെച്ചേ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പാറ്റേൺ ഓഫ് ഹോംസ് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടിട്ടാവരുത് നിങ്ങളുടെ വീട് നിങ്ങൾ വെക്കാൻ. നിങ്ങളുടെ വീട്ടിലിപ്പോൾ 3 പേരുള്ളൂ എങ്കിൽ അതനുസരിച്ചൊരു ചെറിയ വീട് നിങ്ങൾക്ക് മതി. ആവശ്യത്തിനുള്ള വീട് വെച്ചാൽ മതി. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വീട് വെക്കാതിരിക്കുക. ഏൺ ചെയ്യുന്ന മണി വെറുതെ ബാങ്കിന് EMI ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. വേണ്ട സൗകര്യത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത്ര ആൾക്കാരാണ് ഉള്ളത്, അതനുസരിച്ചുള്ള വീട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു വീട് എപ്പോൾ വെക്കാം, വീട് വെക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന വലിയ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ റിച്ചസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഫേക്ക് റിച്ച് ആണ് കേരളത്തിലുള്ള മെജോറിറ്റി ആൾക്കാർ. യഥാർത്ഥ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അസറ്റ്സിലാണ്, ലൈക്ക് ഇൻ സ്വിറ്റ്സർലാൻഡ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.